ഞാൻ അന്നൊരു ചരക്കായിരുന്നു. അവളല്ലേലും പണ്ടേ ഒരു ഇളക്കക്കാരിയാ. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഞാനും പണ്ടൊരു ചരക്കായിരുന്നു. പക്ഷേ അസത്യമായിട്ടും ഭയങ്കര ചരക്കാരനെ, ഒന്നൊന്നര ചരക്കാരൻ ഞാൻ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഈ പറയുന്ന ഹൻസികയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഹൻസികയുടെ ഒരു വീഡിയോ ഇട്ടതിന് സ്ട്രൈക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. അതിൽ ചാനൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? പേഴ്സണിലേക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഇൻസ്റ്റയിൽ വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇത്രയും ഒരു സ്നേഹം കാണിക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുക, ഞാൻ ആരായിട്ടാ ഈ ഒരു സെറ്റപ്പിൽ. ഓക്കെ, സ്ട്രൈക്ക് തന്നു. എൻ്റെ വീഡിയോ റിമൂവ് ആയി ടേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് അടുത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇവർ കേസ് കൊടുത്തോ നിയമപരമായിട്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാൻ എന്തായാലും അതിനെ പറ്റിയിട്ടൊരു കാര്യം നിങ്ങളടുത്ത് ക്ലാരിഫൈ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കുറേ മെസ്സേജിനൊന്നും റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം കൂടി ഒന്ന് ക്ലിയർ ആവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ സംഭവം പറഞ്ഞുതരാം. സ്ട്രൈക്ക് അടിച്ചു, വീഡിയോ റിമൂവ് ആയതിനു ശേഷം ഞാൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ സ്ട്രൈക്ക് തന്നു എന്ന് പറഞ്ഞു. അത് ഏതാണ്ട് 1 ലക്ഷം പേരെ കണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് മെസ്സഞ്ചറിലും ഉണ്ട്, ഒരുപാട് മെസ്സേജ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലും കിടപ്പുണ്ട്. ഓക്കെ, അതിനെ തുടർന്ന് സ്ട്രൈക്ക് അടിച്ച് ഞാൻ കൗണ്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കുണ്ട് യൂട്യൂബിൽ. ഇങ്ങനെ നമുക്ക് ഒരാൾ സ്ട്രൈക്ക് അടിച്ച് കഴിഞ്ഞാൽ കൗണ്ടർ അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ഫോർവേഡായി. ഇത് കൗണ്ടർ ആദ്യം പെൻഡിങ്ങിൽ നിൽക്കും. അതിനുശേഷം യൂട്യൂബ് ഇതെല്ലാം വെരിഫൈ ചെയ്യും. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല, അവരെ ഞാൻ എന്തെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലാത്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർ കൊടുത്ത ആ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം യൂട്യൂബ് വെരിഫൈ ചെയ്തിട്ട് യൂട്യൂബ് എന്ത് ചെയ്യും, ആ ഒരു പ്രശ്നമില്ല, ഞാൻ ചെയ്തതിൽ ഒരു പ്രശ്നമില്ല എന്ന് യൂട്യൂബ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീഡിയോ തിരിച്ചു തരും. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ഫോർവേഡായി ഇനി ഒരു 10-14 ദിവസത്തിനകത്ത് ആ വീഡിയോ തിരിച്ചു കിട്ടും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. അപ്പോൾ യൂട്യൂബ് മൊത്തം വെരിഫൈ ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതായത് ഇവരുടെ ഒരു ബാലിയിൽ പോയിട്ടുള്ള ഏതൊരു ക്ലിപ്പിന് 12 സെക്കൻഡിനാണ് ഇവർ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ക്ലിപ്പ് ഫെയർ യൂസ് പോളിസി എന്ന് പറയുന്ന സംഭവമുണ്ട്. യൂസ് ചെയ്യാം, കാരണം ഇവർക്ക് സ്ട്രൈക്ക് അടിക്കാം. അതിനുശേഷം ഞാൻ കൗണ്ടർ കൊടുക്കുന്ന സമയത്ത് ഫെയർ യൂസ് പോളിസിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് കൗണ്ടറിൽ ഞാൻ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ട് ആ വീഡിയോ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 14 ദിവസത്തിനകത്ത് മൊത്തം വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞിട്ട് വീഡിയോ തിരിച്ചു കിട്ടും. വേറെ വിഷയമൊന്നും ഇല്ല. ചാനലിന് വിഷയം ഉണ്ടോയെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ കൗണ്ടർ ഫോർവേഡ് വീഡിയോ തിരിച്ചു കിട്ടും. അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഹൻസിക, നീ ചെയ്തത് തെറ്റാണ്. അതിനെ ന്യായീകരിക്കാൻ വരരുത്. എന്തായാലും ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈയും ഇതുവരെ കണ്ടിട്ടില്ല. കൃഷ്ണകുമാരായിട്ടായാലും സിന്ധു ചേച്ചിയായാലും ആരും ഇതുവരെ ഒന്നും തന്നെ ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. അതിനിപ്പോൾ ആരായാലും അതിൻ്റെ പേരിൽ സ്ട്രൈക്ക് അടിക്കുകയോ പോലീസ് കേസ് കൊടുക്കുകയോ ചെയ്തിട്ടൊന്നും കാര്യമില്ല. എന്നെ ഇനിയിപ്പോൾ എൻ്റെ പേരിൽ കേസ് കൊടുത്ത് എന്നെ പിടിച്ചുകൊണ്ട് അകത്തിട്ടാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ കുറച്ച് തന്നെ നിൽക്കും. ഇനി ചിലപ്പോൾ നിങ്ങളൊക്കെ വലിയ കൊമ്പന്മാരായതുകൊണ്ട് പണ്ട് ലൈഫ് ഓഫ് അനന്തു ദിയാകൃഷ്ണയ്ക്കെതിരെ വീഡിയോ ചെയ്തതുകൊണ്ട് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ വീട്ടിൽ പോലീസ് പോയിട്ട് വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ചു. അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം പോലീസ് വന്ന് വീട്ടുകാരുടെ മുന്നിലൊക്കെ നിന്നും കൊണ്ട് അമ്മയൊക്കെ കരഞ്ഞ ആ ഒരു സെറ്റപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ റിമൂവ് ചെയ്യേണ്ട സിറ്റുവേഷനിലോട്ട് വരും. പക്ഷേ ഞാൻ റിമൂവ് ചെയ്താലും ഞാൻ അടുത്ത് പറഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഉള്ള കാര്യം പറയാമല്ലോ. അത് വേറെ എൻ്റെ ഒരു സ്വഭാവമാണ്. എനിക്കിട്ട് ആവശ്യമില്ല ചൊറ പരിപാടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവസാനം കുളം തോണ്ടിയിട്ടേ പോകത്തുള്ളൂ. അതിൻ്റെ ഒരു വൃത്തിയായിട്ട് സ്വഭാവമാണെന്ന് ചിലപ്പം ചിലവരൊക്കെ പറയാറുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ. ഓക്കെ, അത് ഇവിടെ എന്നെ സ്വയമേ പൊക്കിയിട്ടൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ അവർക്കുണ്ട്. അന്ന് അനന്തുവിൻ്റെ വീട്ടിൽ പോലീസിനെയൊക്കെ വിട്ടിട്ട്, അതായത് അനന്ത് ഇവരുടെ കുറേ ഉടായ്പകളൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനന്തുവിൻ്റെ വീട്ടിൽ പോലീസിനെയൊക്കെ വിട്ട് വലിയ വിഷയമാക്കി. അങ്ങനെയൊക്കെ ആ സംഭവം അതങ്ങനെ പോയി. ഇപ്പോൾ ഈ ഹൻസികയുടെ ഈ വിഷയം വന്നപ്പോഴും ഇതുപോലെ വേറെ ആർക്കും സ്ട്രൈക്ക് കൊടുത്തതായിട്ട് എനിക്കറിയത്തില്ല. വേറെ ഏതോ ഒരു ലേഡിക്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അല്ലാണ്ട് വേറെ ആർക്കും കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. എന്തായാലും സ്ട്രൈക്ക് കൊടുത്ത് എല്ലാവരുടെയും വാടപ്പിക്കാൻ ശ്രമിച്ചു. വാടപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രൈക്കൊക്കെ അടിക്കാം. അതിനുശേഷം നമുക്ക് ഓപ്ഷൻ ഉണ്ട് കൗണ്ടർ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അതും കഴിഞ്ഞ് ഇനിയും നിങ്ങൾക്ക് എൻ്റെ വാടപ്പിക്കണമെന്നാണെങ്കിൽ വീട്ടിൽ പോലീസിന് വിടാം, കേസ് എടുക്കാം, എന്തും ചെയ്യാം. കാരണം ഞാനിവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ പബ്ലിക്കിൽ വന്ന വീഡിയോ അത്രയും റോങ് ആയിട്ട് തോന്നി. ഇത്രയും മോശമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇട്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വില അടക്കം കളയരുതെന്ന് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ സാധാരണ ഇത്ര മാന്യമായിട്ട് സംസാരിക്കുന്നവനല്ല. പിന്നെ ആ ഒരു റെസ്പെക്റ്റ് തന്നെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ പ്രായമല്ലാത്തൊരു കുട്ടി, പിന്നെ അത്യാവശ്യം നല്ലൊരു ഫാമിലിയായിട്ട് നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടുമാണ് ഞാൻ ആ ഒരു വില അങ്ങോട്ട് തന്നത്. കാരണം എനിക്ക് ഈ ഹൻസികയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വീഡിയോ വന്നപ്പം ഞാൻ തന്നെ എന്തോ പോലെ ആയിപ്പോൾ. എനിക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഹൻസിക. അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ ഞാൻ തന്നെ ആദ്യം സ്റ്റക്കായിപ്പോയി. പിന്നെ റിയാക്ട് ചെയ്ത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇമാതിരി തൊട്ടിൽ തന്നെ ആര് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. കാരണം
ഇതൊന്നും ശരിയല്ല. ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന പിള്ളേർ നാളെ ഇതുപോലെ ഓരോ കോപ്രായ വീഡിയോകളും വീഡിയോകളും ഒക്കെ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് എവിടെ പോയി ഇടിച്ച് നിൽക്കും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തൊന്നും ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. അത് അഹാനയുടെ ഭാഗത്തായാലും ഇഷാനിയുടെ ആയാലും ദിയയുടെ ആയാലും കൃഷ്ണേട്ടൻ്റെ ആയാലും സിന്ധു ചേച്ചിയുടെ ആയാലും ആരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷനും ഇതുവരെയും വന്നിട്ടില്ല. വരില്ല. നിങ്ങൾക്ക് എന്ത് പറഞ്ഞ് ന്യായീകരിക്കാനുണ്ട്? ഒരു കാര്യവും പറഞ്ഞ് ന്യായീകരിക്കാനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മോഡേൺ ആണ്, ജർമ്മൻ സ്റ്റൈലാണെന്നൊക്കെ പറയും. പിന്നെ വേറെ കുറേ പേര് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കണം, ഇത് നമ്മുടെ മോഡേൺ കൾച്ചറാണ്, അങ്ങനെയാണ് മാടയാണ് കോടയാണ്, ഈ അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ അങ്ങനെയാണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് അമേരിക്കയും ജർമ്മനിയും അങ്ങോട്ട് താല്പര്യമാണെങ്കിൽ നിങ്ങളൊക്കെ അവിടെ പോയി താമസിക്കുക. ഇവിടെ വന്ന് ഈ മാതിരി ഊളപ്പരിപാടികൾ കാണിക്കണ്ട. അതുപോലെ തന്നെ ഏതോ ഒരു യൂട്യൂബറിന് ഭീഷണിപ്പെടുത്തി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ റിമൂവ് ചെയ്തില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അതും അറിഞ്ഞായിരുന്നു. എന്തിനാണ്? ആവശ്യമില്ല. കാരണം നമ്മളെല്ലാം മറ്റേ കിഴങ്ങ് വർഗ്ഗം ഇരിക്കുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും നിയമപരമായിട്ട് കേസ് കൊടുത്ത് അകത്താക്കാനും ഈ പറയുന്ന പോലെ വീഡിയോ റിമൂവ് ചെയ്യിപ്പിച്ച് അതും ഇതൊക്കെ ചെയ്യായിരിക്കും. പക്ഷേ കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനെ കൊല്ലുകയാണെങ്കിൽ അങ്ങ് തീർത്ത് കളയണം. ജീവനോടെ വച്ചേക്കരുത്. ജീവനോടെ വച്ചെന്ന് ബാക്കി ജീവനുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം പറയും. അതാണ് എൻ്റെയൊക്കെ ഒരു സ്വഭാവം. എല്ലാവരും അതുപോലെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സ്വഭാവം അതാണ്. തീർക്കുകയാണെങ്കിൽ ഫുള്ളോടെ അങ്ങ് തീർത്തോണം കേട്ടോ. അതാണ് എൻ്റെ ഒരു പോളിസി. എന്തായാലും ഇപ്പോൾ ഇവരുടെ കുടുംബം ഓരോരുത്തരും മൊത്തത്തിൽ ഏറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ദിയ കൃഷ്ണയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എന്തോന്നടേ. എന്തായാലും ആ വീഡിയോ കൊടുക്കുന്നില്ല, ഞാൻ അതിൻ്റെ ട്രോള് കൊടുക്കുക. കണ്ടു ഞാൻ ചിന്തിച്ചത് ഇത് കുടുംബത്തോടെ ഏറി കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിക്കറ്റ് എടുത്ത് നടക്കുന്നു എന്ന് വരെ ഞാൻ ചിന്തിച്ചു. ഫാമിലി മൊത്തം ഏറില്ല, ഓരോരുത്തരായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൽ അഹാന മാത്രം ഒരു വിധം പിടിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം ഇപ്പോൾ പോയി. അഹാനയും ഇഷാനിയും ഒക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. എപ്പോഴെന്നില്ലാതെ ഏറിപ്പോകും ദൈവത്തിനറിയാം. എന്തായാലും ട്രോള് കാണാം. എന്താണ് ശരിക്കും ആക്ച്വലി പ്രോബ്ലം? അങ്ങനെ നമ്മുടെ എയർപോർട്ട് എത്തി. ഇത്രയും നേരമുള്ള സന്തോഷം മുഴുവൻ എയറിലായി. എന്ത് പറ്റിയടാ ഇവൾക്ക്? ആരുടെ കണ്ണേറ് കിട്ടിയതാണെന്ന് പോലും അറിയില്ല. ഏറ്റവും വലിയ ലഗേജ് വന്നില്ല. ഇതാണോ വലിയ കാര്യം? പറയാൻ എളുപ്പമാ. ഇങ്ങനെ ഒരു അവസ്ഥ അനുഭവിക്കണം, അപ്പോഴേ അറിയൂ. എന്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അതിനകത്താ. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. അപ്പൊ നമ്മളിങ്ങനെ ഈ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ അവരോട് ചോദിച്ചു എന്താ. അപ്പൊ അവര് പറഞ്ഞു അല്ല ഓവർ വെയിറ്റ് ആയതുകൊണ്ട് അവര് 5-6 പേരുടെ മാറ്റി. കുഞ്ഞിന്റെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സും ഫുൾ സാധനങ്ങൾ അതിനകത്താണ്. ഇത് കുഴപ്പമാവൂല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ട? ആകെപ്പാട് ഒരു പെട്ടിയും ചട്ടിയും കൊണ്ടാണ് വന്നത്. ഇതിനൊരു നാണല്ലേ? വേറെ ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. ഇപ്പൊ ഒന്നും ഇടാനില്ല, ഒന്നുമില്ല. ഏത് മരപ്പട്ടീനാണോ കണി കണ്ടത്? എന്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അതിനകത്താ. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല. എന്റെ അണ്ടർ ഗാർമെന്റ്സ് പോലും അതിനകത്താ. ഗെറ്റപ്പൊക്കെ യൂറോപ്യൻ ഗെറ്റപ്പാ, പക്ഷെ വാ തുറന്ന വാളാൻ തുരുത്തിയാ. This is very very cheap of Indigo, extremely cheap of Indigo. A few moments earlier. ഞാൻ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. Everything is just so beautiful. ബാത്റൂം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? A few moments later. നമ്മള് ടിക്കറ്റ് എടുത്ത് പൈസയും കൊടുത്ത് വരുന്നത് നമ്മള് പെട്ടി നാട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് വരാനല്ല നിങ്ങൾക്ക് പൈസ തരുന്നത്. This is very very cheap of Indigo, extremely cheap of Indigo. ഞാൻ ഇൻഡിഗോ ഫ്ലൈറ്റ് തന്നെ ഞാൻ എന്തിനു വന്നതാണ് ആലോചിക്കുന്നത്. ഏത് നേരത്താണോ എനിക്ക് അങ്ങനെ തോന്നിയത്? എല്ലാരും അത് എടുക്കുന്നു. ബ്ലോഗിന് ഒരു തമ്മില് കിട്ടി. അത് ശരിയാ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ പിന്നെ ബഡ്ജറ്റ് ഹോളിഡേസ് വഴി ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് തക്കിട്ടൊക്കെ ഇപ്പൊ തന്നെ അരുൺ ഇവനാണ് ഞങ്ങ പറഞ്ഞ നടൻ. 3 വർഷം മുന്നാടി നമ്മുടെ വ്ളോഗിൽ ഉണ്ടായിരുന്നു. പോരുന്നോ എന്റെ കൂടെ? കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആക്കി തന്നു അരുൺ. അന്നും അപ്പൊ ഇന്നും. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. അന്ന് അരുണിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു. ഇന്ന് ഞാൻ കൊച്ചുമായിട്ട്. ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള ചീഞ്ഞ വളിച്ച കോമഡി ഇവിടെ പറയുമോ? സത്യം എന്ത് പറ്റി? എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറ്റി? ഫാമിലി മൊത്തത്തോടെ ഏറി പോകാൻ എന്തെങ്കിലും പ്രതിജ്ഞ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും വാക്ക് കൊടുത്തോ ഫാമിലി മൊത്തത്തോടെ നിങ്ങൾ ഏറി പോവാന്ന്? ഞാൻ അന്ന് മറ്റേ അരുണിന്റെ ഭാര്യയായിട്ട് അവൻ പ്രഗ്നന്റ് ആയിട്ട് അവന്റെ ഭാര്യയും കൊണ്ട് വന്ന അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിട്ട് അവൻ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അന്നൊരു ചരക്കായിരുന്നു. കൊള്ളാം. എന്തുപാടേ ഇത്? സ്വന്തമായിട്ട് പുകഴ്ത്തുന്നു. സാധാരണ ചില പയ്യന്മാർ കമന്റ് അടിക്കാറുണ്ട്, ഇതോടെ ചരക്ക് മാറ്റ സാധനം എന്നൊക്കെ പറയാറുണ്ട്.
ഇതിപ്പം നിങ്ങളൊക്കെ സ്വയമേ നിങ്ങളെ തന്നെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ എന്ത് റോൾ ഇരിക്കുന്നുണ്ട്. എന്തായാലും കൊള്ളാം, ഇതാണ് ഇപ്പോഴത്തെ ഇരിപ്പോശം. പിന്നെ അതുപോലെ തന്നെ ഇൻഡിഗോയിൽ വന്നിറങ്ങിയപ്പോൾ വാട്ട് അമേസിങ് ഇൻഡിഗോ, വാട്ട് ഹെവി ടോയ്ലറ്റ്, വാ. കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്ത് മാറി നിന്നിട്ട് വെറും ബേസ്റ്റ് സർവീസ്, അമാരെൻ്റെ ഷെഡിയും ബെഡിയും പോലും എടുക്കാൻ സമ്മതിച്ചില്ല. ആകെ എൻ്റെ ഷെഡിയും ബെഡിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അണ്ടർ ഗവൺമെന്റ്സ് ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അന്യ ഡ്രാമ അമ്പി കളിക്കുന്നത്. ഇതെല്ലാം പോട്ടെ, അത് വീണ്ടും പോട്ടെന്ന് വയ്ക്കാം. അത് അവരുടെ അനുഭവമെങ്കിലും പറഞ്ഞു. ഞാൻ അന്നൊരു ചരക്കായിരുന്നു, അത് ഏത് ഉദ്ദേശത്തിൽ പറഞ്ഞെന്ന് എനിക്കിതൊരു പിടികിട്ടിയില്ല. ദിയ എന്നെ പോലെ തരം താഴ്ന്ന് വരികയാണോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. ഇതെല്ലാവരുടെ ഉള്ളിലുള്ളത് എന്നിടെ ഈ തരം താഴ്ന്ന വർത്തമാനം, എന്തിനിടെ പോടെ വാടെ ഈ ഒരു സെറ്റപ്പ്. പിന്നെ ഞാൻ അത് വച്ചേക്ക് നമ്മുടേതായ രീതിയിൽ അങ്ങോട്ട് പറയുന്നത്. സത്യം പറഞ്ഞാൽ വെളിയിറങ്ങി നമ്മളെ ഫ്രണ്ട് സർക്കിളിലേക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ അപ്പുറമാണ് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ നിങ്ങൾ പേഴ്സണലി എനിക്ക് മെസ്സേജ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇതുപോലെ സംസാരിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി, അത് പോട്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു ചരക്കായിരുന്നു. ഇതിപ്പോൾ ഭയങ്കര ട്രോളിങ്ങിലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ട്രോളായതുകൊണ്ടാണ് ഇത് എടുത്ത് ഇവിടെ കൊടുത്തത്. എന്തായാലും കൊള്ളാം. എന്തായാലും ഈ ഇൻഡിഗോയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദിയയുടെ അമ്മ സിന്ധു ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. ചോദിച്ചപ്പോൾ അവർ പറയാ ഫ്ലൈറ്റിൽ എന്തോ ഓവർലോഡ് എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് പെട്ടികൾ ഞങ്ങൾ കയറ്റിയിട്ടില്ല, അത് ട്രിവാൻഡ്രത്ത് തന്നെയാണെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? പിന്നെ മെനിങ്ങാന്ന ഓസിയൊക്കെ എത്തിയ, ഇന്നലെ വൈകിട്ടാണ് അവരുടെ പെട്ടി എത്തിയ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് പറ്റുവാണെങ്കിൽ, പക്ഷെ ഞാനിന്നത് ചെയ്തിട്ടില്ല, നമ്മൾ പറ്റുവാണെങ്കിൽ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഹാൻഡ് ലഗേജ് വെക്കുക. അതിൽ എമർജൻസി ആയിട്ട് ഇടാനുള്ള ഒരു പെയർ ഡ്രസ്സ്, ഒരു പെയർ നൈറ്റ് ഡ്രസ്സ്, ഒരു പെയർ അണ്ടർ ഗാർമെൻറ്റ്സ്, നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ടതുണ്ടെങ്കിൽ നമുക്ക് പോലെ മെഡിസിൻ അതുപോലെ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ളത് പറ്റിയാലൊരു ഹാൻഡ് ലഗേജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെയൊക്കെ ഫ്ലൈറ്റുകാർ വന്നിട്ട് നമുക്ക് എന്താണ് കയറ്റിയില്ല, അത് അവിടെ ഇരിക്കുമോ, നാളെ വരുന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? ഭാഗ്യത്തിനോട് ബേബിയുടെയൊക്കെ കുറച്ച് ഡ്രസ്സ് ടൈപ്പറും ഒക്കെ വേറൊരു കൊച്ചു ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടിട്ട് ഭയങ്കര ടെൻഷനാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇറങ്ങുമ്പോഴേ. ലൈക്ക് ഇങ്ങനെ പക്ഷെ ഞാൻ ഇന്ന് ഹാൻഡ് ലഗേജ് എടുത്തില്ല, ഞാൻ എൻ്റെ ധൈര്യത്തില മരുന്നെടുത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. എന്നാലും എൻ്റെ പെട്ടി കിട്ടി. അമ്മ ഒന്നൊരു കാറ് ഇന്ന് ഫുൾ ഡേ നമുക്ക് അവിടെ ഇവിടെ കറങ്ങാൻ വേണ്ടി കാർ അറേഞ്ച് ചെയ്ത് ഞാൻ ഇട്ടേക്കുന്ന സെൽവാർ, ഞാൻ എൻ്റെ ലാസ്റ്റ് ബ്ലോഗിൽ വേദികയിൽ പോയില്ലേ, അപ്പം ഞാൻ അവിടെ അന്നേ നോക്കി പിന്നെ പിറ്റേന്ന് പോയിട്ട് ഓക്കെ, അതൊക്കെ ഇരിക്കട്ടെ. ട്രെയിനിലല്ലോ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് പെട്ടിയും ചട്ടിയൊക്കെ ഒരു ഹാൻഡ് ബാഗിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള രീതിയിലാണ് സിന്ധു ചേച്ചി പറയുന്നത്. ആ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് ഇപ്പുറത്തെ പറഞ്ഞാണ്. മോൾ അപ്പുറത്ത് ഞാൻ പണ്ടൊരു ചരക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോന്നാണ് ഇവിടെ നടക്കുന്നത്? സത്യം എനിക്ക് അറിയാൻ പാടില്ലാത്തൊന്ന് ചോദിക്കുക. ഏത് യൂണിവേഴ്സായിട്ട് നിങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ഒരു യൂണിവേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം ഞാനുള്ള കാര്യം പറയാം, എനിക്ക് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ഫാമിലിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നല്ല രസമാണ് നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കുകയാണ് ചില സമയത്ത്. പക്ഷേ കുറേ വിട്ടിത്തനങ്ങളും ബ്ലണ്ടറും ഒക്കെ വിളിച്ച് പറയും, സ്വാഭാവികം ഉണ്ടാവും. പിന്നെ പക്ഷേ നിങ്ങളുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം എന്നുള്ള സാധനം നാട്ടുകാർ പൊതുവെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ റീസൺ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ പണിയാനായിട്ട് ഇറങ്ങും. അതൊക്കെ ആൾക്കാർക്ക് കാണുമ്പോൾ ഒട്ടും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇട്ട് സംഭവങ്ങൾ തിരിഞ്ഞു മറിഞ്ഞൊടിഞ്ഞൊക്കെ വരുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കുഴി ചില സമയത്ത് തുറന്ന് വെക്കുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, തിരുത്താൻ ശ്രമിക്കുക. ഇതെന്തെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചവന്മാരുടെ വാടക്കാനായിട്ട് അടപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെയാണ് തിരിഞ്ഞു കൊത്തുന്നതും നിങ്ങൾ ഒരുപാട് വെറുക്കാനുള്ള ചാൻസസും കൂടി വരും എന്നുള്ളൊരു കാര്യം കൂടി സത്യമാണ്. മനസ്സിലാക്കി നിങ്ങൾക്കും കൊള്ളാം, ബാക്കിയുള്ളവർക്കും കൊള്ളാം. ചുമ്മാ അല്ലെങ്കിൽ കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവരും ഈ അഹാനയും ഹൻസികയും കൂടി ഒരു ആൽബം സോങ് ഇറക്കിയിട്ടുണ്ടായിരുന്നു, പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. ഞാനത് കണ്ടായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല, ഭയങ്കര ഫാന്റാസ്റ്റിക് ഒന്നൊന്നുമില്ല, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ആ ഒരു സോങ്ങൊക്കെ കണ്ടപ്പോൾ കൊള്ളാം. ഈ ഒരു സെറ്റപ്പ് കണ്ടിരിക്കുക, ഒരിക്കൽ കാണാം എന്നുള്ള സെറ്റപ്പാണ്. സോങ് വലിയ ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവർ രണ്ടുപേരെയും കണ്ടുകൊണ്ടിരിക്കുക, അവർ രണ്ടുപേരും ചെയ്യുന്ന കാണാം. അതിൽ അൻസിക കുറേ കൂടി കൊള്ളാം, നല്ല രസമാണ്. പക്ഷെ ആ മറ്റൊരു വീഡിയോ ആണ് അൻസികക്ക് ഒരു ഇതായിപ്പോയത്, അതപ്പതിച്ചു പോയത് എന്ന് തന്നെ പറയാം. എന്തായാലും ഇതിന് ആ ഒരു സോങ്ങുമായി ബന്ധപ്പെട്ടിട്ട് അഹാന പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം. ഇപ്പം തമ്മിൽ പിണങ്ങി പോകലയുടെ ലൂപ്പിലാണ് മലയാളികളൊക്കെയും. പൂക്കളും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. അതെ അതെ, ഇപ്പൊ പൂക്കളും തമ്മിൽ പിരിയാത്ത സഹോദരങ്ങൾ തന്നെയാണ്. സൂര്യകാന്തി പൂവും അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചൊരു ബോട്ടിലും അതിലൊരു മരവും. അഹാന ഇതൊക്കെയാണ് ഒരു ബന്ധത്തിന്റെ വളർച്ചയും ആഴവും ഒക്കെ കാണിക്കാൻ ഉപയോഗിച്ചൊരു ടൂൾ. അപ്പോൾ ഈ എഴുത്തിന്റെ വിശേഷം എന്തൊക്കെയാണ്? എഴുത്ത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു തോട്ടാണ്. ഇത് എനിക്കും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ഡെയിലി ലൈഫുമായിട്ട് വളരെ സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു
കോൺസെപ്റ്റ് എടുത്തിട്ട് അതിനെ വളരെ ആർട്ട്ഫുള്ളി, തോട്ട്ഫുള്ളി, എസ്തെറ്റിക്കലി കാണിക്കണം എന്നായിരുന്നു ഈ വീഡിയോയുടെ ഒരു ഇന്റൻഷൻ. അപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും വളരെ സിമ്പിൾ ആൻഡ് റിലേറ്റബിൾ ആയിട്ടുള്ള മൊമെന്റുകളെ എത്രത്തോളം ഭംഗിയായിട്ട് വിവരിക്കാം, എത്രത്തോളം ഭംഗിയായിട്ട് എഴുതാം. പിന്നെ വലിയ ഒരു ട്വിസ്റ്റും ടേണും ഒന്നും ഇല്ലെങ്കിലും ചെറിയ മൊമെന്റ്സിലൂടെ ആൾക്കാർക്ക് എങ്ങനെ ഒരു ഉള്ളിലൊരു ഫീൽ ഉണ്ടാക്കി കൊടുക്കാം, അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിൽ ചെറിയൊരു സന്തോഷം തോന്നുന്ന പോലെ. അതായിരുന്നു ഒരു തോട്ട്. കണ്ടിരിക്കാൻ കൊള്ളാം. എനിക്ക് ഭയങ്കര ഫീലൊന്നും കിട്ടിയില്ല കേട്ടോ. ഹാന പറഞ്ഞ പോലെ ഭയങ്കര ആ ഫീലൊന്നും കിട്ടിയില്ല. കണ്ടിരിക്കുക അത്രേ ഉള്ളൂ, മോശമല്ല, അതേ ഞാൻ പറയുന്നുള്ളൂ. ക്യാമറ ഒക്കെ എടുത്തിരിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ലാസ്റ്റ് ആ ഒരു കൺക്ലൂഷൻ കൊണ്ടൊന്നും കുഴപ്പമില്ല. ഓക്കെ, അത് വിട്, അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. നിങ്ങളിപ്പം എയറിലാണ് മൊത്തത്തിൽ, കുടുംബത്തിൽ. നിങ്ങളുടെ എല്ലാവരുടെ കമന്റ് ബോക്സുകളിലും വന്നിട്ട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്, അൻസികയുടെ ആ ഒരു വീഡിയോ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ആരും മിണ്ടുന്നില്ല, ആരും മിണ്ടാനായിട്ട് വോയിസ് ഇല്ല. കാരണം നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. പകരം ഇതിനെപ്പറ്റി സംസാരിച്ച ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കുകയോ ഈ പറയുന്ന പോലെ സൈക്കടിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഉള്ള കാര്യം സീരിയസിൽ വരാതെ ഒരു കാര്യമില്ല. വെറും വേസ്റ്റ് ഓഫ് ടൈം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെയൊക്കെ പൂട്ടിച്ച്, നമ്മളൊക്കെ ചാനൽ അടച്ച് പൂട്ടിച്ച്, നമ്മളെയൊക്കെ പോലീസിൽ പെടുത്തി കേസിലാക്കി ഉള്ളയാക്കി എടുത്തിട്ട് ഇടിച്ചാൽ കൂടി ഒരു കാര്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇടിയൊക്കെ കിട്ടി നിവർന്ന് ബാക്കി ജീവനുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ പിന്നെയും വായിട്ട് നമ്മൾ അലക്കി. അത് സത്യം ഉള്ള കാര്യമോ, ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. ഇനി ഇവരുടെയൊക്കെ കമന്റ് ബോക്സുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം സിന്ധു ചേച്ചിയുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം. മൈ ഫേവറേറ്റ് വ്ളോഗർ സിന്ധു ആൻറ്റി, നല്ലതാ. അതിന് താഴെ നോ റെസ്പോൺസ് ഫ്രം യുവർ ഫാമിലി ടിൽ നൗ, സോ അൺസബ്സ്ക്രൈബിങ് ഓൾ യുവർ ചാനൽസ്. അതായത് അൻസുബിയുടെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരുടെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ പോലും ഇതുവരെ വന്നിട്ടില്ല. ആൾക്കാർ ആദ്യം മനസ്സിലാക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒന്നുമില്ല. അവരെ ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല ഈ കേസിൽ. അതുകൊണ്ട് തന്നെ ആരും മിണ്ടുന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പകരം അവർ ഈ പറയുന്ന പോലെ കേസ് കൊടുക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ വീഡിയോസ് അടിച്ചു കളയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ അവരുടെ ഭാഗത്തുനിന്ന് ആർക്കും തന്നെ ന്യായീകരിച്ച് സംസാരിക്കാൻ പറ്റാത്തൊരു കേസ് ആയതുകൊണ്ട് തന്നെ ആരും മിണ്ടുന്നില്ല. അതിൽ ഒരു മാറ്റവും ഇല്ല. അടുത്ത് അൻസികയോട് ഒരു സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ റീസെന്റ് വീഡിയോ കുറച്ച് കൂടിപ്പോയി. കുട്ടിക്ക് പൈസയ്ക്ക് ഇത്ര ആവശ്യമുണ്ടോ? അതായത് ഇവർ പൈസയ്ക്ക് വേണ്ടി ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ പറയുന്നത്. എന്തിനാണ് സ്വന്തം വില കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഊള വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ആ കുടുംബത്തിന് മൊത്തം നാട്ടുപേരായി. സീരിയസ്ലി. ഇപ്പം ഈ രേണുസുതിയൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലെ, പേക്കൂത്ത് കാട്ടിക്കൂട്ടുന്ന പോലെ അല്ല. മനസ്സിലായ? ആ ഒരു കുടുംബത്തിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു. പൊതുസമൂഹത്തിൽ ഒരു റെസ്പെക്റ്റ് ആൾക്കാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു നിമിഷം കൊണ്ട് അവർ തകിടം മറിച്ചിട്ടത്. പിന്നെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. അമേരിക്കൻ സ്റ്റൈൽ എന്ന് പറയുന്നവർ നേരെ ഇവിടെ നിന്ന് കൊടുക്കെടുത്ത് അമേരിക്ക പേര് ഇവിടെ കടന്ന് ന്യായീകരിക്കാൻ നിൽക്കണ്ട. അമേരിക്ക പോലെ ഇന്ത്യ ആക്കാൻ നിൽക്കണം. ഫീലിംഗ് ബാഡ് ഫ്രം ഹൻസു. ഐ ആം നോട്ട് ട്രൈങ് ടു സേ ദാറ്റ് what Hansu did is right, but the bullying now she facing is too much. Please guys, എല്ലാവരും തെറ്റ് പറ്റും. മേ ബി അത് റിലീസ് ചെയ്തത് ലേറ്റർ ആയിരിക്കും. സ്റ്റോപ്പ് ബുള്ളിങ് ഹെർ. ഈവൻ ഹൻസു പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ അഡ്രസ് ആവുമെന്ന്. സിന്ധു ആൻറ്റി ബി വിത്ത് ഹെർ. ആൻഡ് ഒരാൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ അത് ബാക്കി ഫാമിലി മെമ്പേഴ്സ് ഒക്കെ പറയുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. സിന്ധു അമ്മ ഡോണ്ട് വെറി, എവറിത്തിങ് വിൽ ബി റൈറ്റ്, സ്റ്റേ പോസിറ്റീവ്. നല്ല കമന്റ് ഇല്ലെന്ന് പറയുന്നില്ല. ഇനിയെങ്കിലും ഇമാതിരി ഊളത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കുക. പറ്റി മനസ്സിലായില്ല ഏറി പോകുന്നു. അതുകൊണ്ട് ഇമാതിരി ഊളത്തനങ്ങൾ ഇനിയെങ്കിലും കാട്ടിക്കൂട്ടി കുളം തോണ്ടി വെച്ച് സ്വന്തമായിട്ട് ഏറി പോവാതിരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കും. അതുപോലെ അൻസുബി കാണിച്ചിട്ടുള്ള ഈ ഒരു വിഷയം കാരണം ഈ ഫാമിലിയെ മൊത്തം ബാധിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ക്വസ്റ്റ്യനും ഫേസ് ചെയ്യാൻ കണക്കിന് ഇങ്ങനെ നിൽക്കുകയാണ്. പൊതുസമൂഹത്തിലോട്ട് ഓൺലൈൻ മീഡിയാസിന്റെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നതങ്ങ് കൂട്ടിയാൽ മതി. കുറെ കാലത്തേക്ക് അങ്ങോട്ട് തല കൊണ്ട് കാണിക്കാതിരിക്കും. ഉള്ള കാര്യം പറയാം. അവന്മാരെടുത്തിട്ട് അലക്കി കൊടുത്തങ്ങ് വിടും. സീരിയസ്ലി. ഓക്കെ, ഇതിപ്പോൾ ഈ പറഞ്ഞ കറക്റ്റായി കമന്റ്. ഇവരെ ഇപ്പോൾ ബുള്ളിങ് ചെയ്യണമെന്നല്ല, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ വീണ്ടും നമ്മളെ പോലുള്ളവർക്കെതിരായിട്ട് അടിക്കുകയാണ്, നമ്മളെ വാടപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കാണ്ട് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി നന്നാവാൻ ശ്രമിക്കും. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. ഇപ്പോഴും ഇവരെ കമന്റ് ബോക്സുകളിൽ ഇത് തന്നെയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഈ പറയുന്ന പോലെ മെമ്പർഷിപ്പും ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനും ഒക്കെ ഒരുപാട് പേര് അപരാധങ്ങൾ കാണിച്ച് ജീവിക്കുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും ഉള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അത്രയും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വളർന്നു വരുന്ന പെൺകുട്ടികളടക്കം ഇത്തരം ഓപ്ഷൻസ് സ്വീകരിച്ചുകൊണ്ട് നമ്മളായിട്ട് അതിനുള്ള ഇടയുണ്ടാക്കി വെക്കരുത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യത്തില്ല. വിമർശിക്കുന്നവർ അണ്ണാക്കിലടിക്കാനുള്ള ആണിയടിക്കാനുള്ള ആ പരിപാടി ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കും കൊള്ളാം. അടുത്ത് അൻസുബിയുടെ ഒരു വീഡിയോ ഇല്ലേ, ഞാൻ എന്തായാലും നിന്റെ ഫോളോവർ അല്ല, കമന്റ് ഇടാൻ മാത്രം വന്നതാണ്. നിനക്ക് ഇൻഫ്ലുവൻസേഴ്സിന്റെ മീനിങ് അറിയാമോ? അറിയാമെങ്കിൽ ഇതുപോലെയുള്ള ചീപ്പ് പരിപാടി നീ കാണിക്കില്ല. നിന്റെ അപ്പനും അമ്മയും ഇത് ആണല്ലോ 4 പേരും പഠിപ്പിച്ചു വളർത്തിയത്. ക്യാഷ് ഉണ്ടാക്കണം, തുണി അഴിച്ചിട്ട് ആണെങ്കിലും
ഒന്നിനെങ്കിലും നിന്റെ അപ്പൻ നാട് നന്നാക്കാൻ നടക്കുന്ന ആളല്ലേ? ഫസ്റ്റ് സ്വന്തം മക്കളെ നല്ല രീതിയിൽ ഡ്രസ്സ് ഇടാൻ പഠിപ്പിച്ചിട്ട് അയാളത് നാട് നന്നാക്കാൻ പറയൂ. ഷെയിം ഓൺ യു ലേഡി. കേട്ടല്ലോ? കുടുംബം മൊത്തമാണ് ഈ ചീത്തപ്പേര് കേൾക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു എക്സ്പ്ലനേഷൻ എങ്കിലും, ഹൻസിക ഒരു എക്സ്പ്ലനേഷൻ എങ്കിലും ഇടുക. തെറ്റു പറ്റിപ്പോയെന്ന് ആൾക്കാരെല്ലാം, ഈ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ ക്ഷമിച്ചേക്കും. അല്ലെങ്കിൽ ഇത് ഒരാൾ പോലും ക്ഷമിക്കുമെന്ന് എനിക്ക് സ്വപ്നത്തിൽ പോലും തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിൽ ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നോ ഇതെല്ലാം ക്ഷമിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഓക്കെ, കാരണം അത്രയ്ക്ക് നെഗറ്റീവായിട്ടുണ്ട്. ഒരു എക്സ്പ്ലനേഷൻ ഹൻസിക ഇട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇനി ഇതുപോലത്തെ ഒന്നും ആവർത്തിക്കില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇതാവുമെന്ന് വിചാരിച്ചല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് കഴിഞ്ഞാൽ പോയ ചീത്തപ്പേരിൻ്റെ ഒരു 10% തിരിച്ചു പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അത്രയ്ക്ക് ആൾക്കാർ നിങ്ങളെ പുച്ഛിച്ചിരിക്കുക. ഐ ഫീൽ അഷേംഡ് ഹൻസിക ഈസ് ഇൻഫ്ലുവൻസിങ് ഓൾ അബൌട്ട് മേക്കിംഗ് മണി ബൈ സെല്ലിംഗ് ഓൺ ഡിഗ്നിറ്റി. കഷ്ടം. ഇനി ഇത് പോരാഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ 3953 ആയിട്ടുണ്ട്. 390 വെച്ചിട്ടാണ് മാസം 3953 രൂപ. അപ്പോൾ അതായത് മാസം 15 ലക്ഷം രൂപ ഈ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് മാത്രം. 15,41,000 15 ഇട്ടാൽ മതി, ബാക്കി ഇൻസ്റ്റ പിടിക്കും. 15 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് മാത്രം ഹൻസികയുടെ അക്കൗണ്ടിലോട്ട് ഇനി മാസം വരും. അതായത് 3953 പേര് സബ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 390 വെച്ചിട്ടാണ്. ആലോചിച്ചാൽ മതി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും കൊള്ളാം. ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഏറി കയറി പറക്കുന്നു. ഒരു കമൻറ്റോട് ഞാൻ വായിക്കാം. ഞങ്ങൾ പ്രേക്ഷകർ മണ്ടന്മാരല്ല. കൃഷ്ണകുമാർ മകൾക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ട് ചോദിക്കും, എന്നാ കാണിച്ചാലും വേണ്ടില്ല എത്ര ക്യാഷ് കിട്ടിയടി മോളെ എന്ന്. കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിൻ്റെ അമ്മയായ മൂത്ത മോളുടെ വേഷവിധാനങ്ങൾ പോലും ഭർത്താവിനെയോ അച്ഛനെയോ അമ്മയ്ക്കോ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കോ പ്രശ്നമല്ല, പിന്നെയല്ലേ ഇത്. ഓക്കെ, ആൾക്കാർ വലിച്ചു കീറി ഒട്ടിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. പണ്ട് കൃഷ്ണകുമാർ ഏട്ടൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂവിൽ, എൻ്റെ മക്കളെ ഞാൻ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. നിങ്ങളുടെ ഉള്ളിലടക്കം നിങ്ങളുടെ മക്കൾ മാന്യമായിട്ട് നല്ല രീതിയിൽ മാന്യതയായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് നടക്കണമെന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്നില്ല. അതാണ് സത്യാവസ്ഥ. നിങ്ങൾ പറയുന്നതൊന്നും കേട്ടില്ല. അതും കൂടിയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആധുനികത ലോകത്തിൻ്റെ ഈ ഒരു മോഡേൺ രീതിയിലൂടെ നിങ്ങളുടെ മക്കൾ പറഞ്ഞപ്പോൾ നിങ്ങളും പുറം മറന്ന് എണ്ണ തേച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും പണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ഞാനല്ല ഒന്ന് പറഞ്ഞത്. എൻ്റെ മക്കൾ മാന്യമായിട്ടാണ് ഡ്രസ്സ് ധരിക്കുന്നത്, അങ്ങനെയാണ്, മാടാണ്, കോടാണ്, എന്തെങ്കിലും കാര്യമുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുക. അല്ലാണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്ന നമ്മളെപ്പോലെയുള്ളവരുടെ വാടപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഏറി പോകത്തേ ഉള്ളൂ. ഉള്ള കാര്യം പറയാം. അതുപോലെ ഹൻസിക വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 10% ഒന്ന് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയെങ്കിലും ഇമാതിരി ഊള പരിപാടികൾ കാണിച്ച് ഏറി കയറാതിരിക്കുക. അതുപോലെ ദിയാ കൃഷ്ണയുടെ ഡ്രസ്സിങ്ങിനെ പറ്റിയിട്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. എന്തിന്? നിങ്ങൾ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലെങ്കിലും കുറച്ച് ഇതായിട്ട് നിൽക്കുക, മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ നിൽക്കുക. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും പൊതുവേ പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സമയത്തെങ്കിലും. അല്ലാതെ നീയൊക്കെ എങ്ങനെയാണ് തോന്നിയ വസത്തിൽ നടന്നു. കേട്ടോ, എനിക്കതേ പറയാനുള്ളൂ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പെർഫെക്റ്റ് ഒന്നുമല്ല, ഞാൻ കേട് കിട്ടവനാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊടുക്കുന്ന മെസ്സേജുകളും പറയുന്ന കാര്യങ്ങളും അത് പൊതുസമൂഹം നല്ല രീതിയിൽ അതുപോലെ ആയി വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ എല്ലാവരും തൊലയണം, നശിക്കണം, അല്ലെങ്കിൽ എല്ലാവരും വൃത്തിയായിട്ട് ഡ്രസ്സ് ധരിക്കണം, ഇങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. നമ്മൾ പൊതുസമൂഹത്തോട്ട് കൊടുക്കുന്ന മെസ്സേജ് അത് നല്ലതായിരിക്കണം. ഇപ്പം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ നീറ്റ് ആൻഡ് ക്ലിയർ അല്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പൊതുസമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് നല്ലതായിരിക്കണം. അതല്ലെങ്കിൽ അത് വളരെയധികം മോശമായിട്ട് നമ്മളെയും ബാധിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെയും ബാധിക്കും, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരെയും ബാധിക്കും. ഓക്കെ, കൂടുതലൊന്നും പറയാല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താറുണ്ട്. പുതിയൊരു വീഡിയോ ഇടണം.